ഒടുവിൽ കേരള സ്റ്റോറി തടഞ്ഞ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇന്നായിരുന്നു സിനിമ റിലീസ് ചെയ്യേണ്ടത്. കേരള സ്റ്റോറി 1 തുടർ ഭാഗം തന്നെയാണ് കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത്. മതസൗഹാർദ്ദം തകർക്കുക, മനുഷ്യർ പരസ്പരം അകലാൻ വേണ്ടി എന്തൊക്കെ പ്രക്രിയകൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതെല്ലാം ചെയ്യുക, അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേരള സ്റ്റോറിയുടെ ലക്ഷ്യം എന്നുകൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം 2023 കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയത്. അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പ്രണയം നടിച്ചുകൊണ്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് അവിടെ ഭീകരപ്രവർത്തനത്തിലേക്ക് ആളെ എത്തിക്കുന്നു എന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു ജാതിയുടെ പേര് പരാമർശിച്ചുകൊണ്ടും അവരുടെ വേഷത്തെ അടിസ്ഥാനമാക്കിയിട്ടും ഇറക്കിയ ഒരു സിനിമ തന്നെയാണ് കേരള സ്റ്റോറി. കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ സിനിമ നിർമ്മാതാക്കൾ ചെയ്തത്. 34,000 പേരെങ്കിലും അങ്ങനെ ജാതി മാറിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ആ രാജ്യത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടും അത്തരമൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2 പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന് മതസൗഹാർദ്ദത്തിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി അത് തടഞ്ഞു. ഇന്നായിരുന്നു അതിൻ്റെ തിയേറ്ററിൽ എത്തേണ്ട ദിവസം. ചിത്രത്തിലെ റിലീസ് ചോദ്യം ചെയ്തുകൊണ്ട് കണ്ണൂരിലെ ശ്രീദേവ് നമ്പൂതിരിയാണ് കോടതിയെ സമർപ്പിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ മതേതരത്വം വിശ്വസിക്കപ്പെടുന്ന, അതിന് താല്പര്യമുള്ള, സ്നേഹിക്കപ്പെടുന്നവർ എല്ലാ വിഭാഗത്തിലും ഇപ്പോഴും സജീവമായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ശ്രീദേവ് നമ്പൂതിരിയെ തന്നെ എടുത്ത് കാണിക്കുന്നത്. ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഷാ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിഗണിച്ചിട്ടില്ല. അപ്പോഴത്തേനും അത് സ്റ്റേ ആയി പോയിട്ടുണ്ട് എന്ന് ചുരുക്കം. സിനിമയുടെ ടീസറും ട്രെയിലറും പുറത്തിറങ്ങി. അതിലെല്ലാം കടുത്ത വർഗീയ പരാമർശങ്ങളും സമീപനങ്ങളും രീതികളുമാണ് പ്രയോഗിക്കപ്പെട്ടത്. പ്രത്യേകമായ രീതിയിൽ ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുകയും അത്തരമൊരു പ്രവർത്തനമാണ് കേരള സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്നത് എന്നുമാണ് സിനിമ വരുത്തി തീർക്കുന്നത്. അത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പേര് തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. കേരള എന്ന് പറയുന്നത് കൊടുക്കാതെ തന്നെ മറ്റേതെങ്കിലും പേര് കൊടുത്തുകയായിട്ട് ഇറക്കാൻ വേണ്ടി സാധിക്കും. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അതിന് കൃത്യമായ രീതിയിൽ നിർമ്മാതാക്കൾ ഉത്തരം പറയണം എന്നുകൂടി അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പ്രണയപരവും നിർബന്ധിതമായിരിക്കുന്ന മതപരിവർത്തനമാണ് ഒരു സമൂഹത്തിന് മാത്രം ലക്ഷ്യമാക്കിയായിട്ട് ഈ സിനിമ ഇറക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യം അങ്ങനെ തന്നെയാണ്. വർഗീയത ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പ്രവർത്തനം നടത്തുന്നത് എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഗീബൽസിൻ്റെ സിദ്ധാന്തം അങ്ങനെ തന്നെയാണ്. നുണകൾ ആവർത്തിക്കുക, അത് വീണ്ടും ആവർത്തിക്കുക, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അത് അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം വരും. ആ കാലം അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് കേരള സ്റ്റോറി 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 2 ഇപ്പോൾ റിലീസാകാൻ വേണ്ടി വരുന്നത്. ഇനി അതിൻ്റെ തുടർ ചലനമായിട്ട് 3ാമത്തത് വരില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ഒരുപക്ഷെ അണിയറയിൽ അത് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. സംസ്ഥാനത്തിൻ്റെ നാമം പ്രതിസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. അങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. ചിത്രം കാണണമെന്ന് കോടതി പറഞ്ഞിട്ടും നിർമ്മാതാക്കൾ നിരസിച്ചതായി സിംഗിൾ ബെഞ്ച് പറഞ്ഞതായിട്ട് സുപ്രഭാതം പത്രം ഇന്നത്തേതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ പ്രധാനമായ രീതിയിൽ അത് ഹെഡിങ് ഫസ്റ്റ് തന്നെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് സുപ്രഭാതം കൊടുത്തത് തന്നെ അതാണ്. ഇത് 1ാമത്തിൻ്റെ തുടർച്ചയാണ്. മുൻപ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവിടെ സിറിയ പോലെയുള്ള മേഖലയിലേക്കൊക്കെ ആളുകൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ പറഞ്ഞിട്ട് എന്തായി എന്നൊരു ചോദ്യം പ്രസക്തമായിട്ട് നിലനിൽക്കുന്നു. കാര്യം ഇന്ത്യ എന്ന് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള വിഭജനം, അതിൻ്റെ തുടർ ചലനങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഏറെക്കുറെ അത് ഏഷ്യാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. അത് ഏഷ്യ എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തികൾ ചെയ്യപ്പെട്ടത് എന്നാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സമൂഹത്തിന് ഗുണപരമായിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഗുണപരമായിരിക്കുന്ന എന്തെങ്കിലും ഭാഗങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ സാമൂഹ്യ പ്രവർത്തകൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു സിനിമ രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് കലാവാസനയ്ക്ക് അപ്പുറമായി സാമൂഹ്യമായ രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയും അവർക്ക് ഗുണപരമായിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തികളും അതിൽ കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. സിനിമയാണെങ്കിലും സിനിമയിലും ഒരു ആശയം ഉണ്ടാവണം. അത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ ഇത്തരം തീവ്രമായിരിക്കുന്ന ചിന്തകൾ, വർഗീയപരമായിരിക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്നത്, മനുഷ്യന്മാർ പരസ്പരം അകലുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവോട് കൂടി ചിത്രീകരിക്കുന്ന തരത്തിൽ അത് ബോധിപ്പിക്കുക. ഞാൻ കൃത്യമായ രീതിയിൽ സത്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിൽ ചില ഭാഗങ്ങളും രംഗങ്ങളൊക്കെ വരുമ്പോൾ സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് സത്യമാണ് തോന്നിപ്പോകും. സിനിമയും ചരിത്രവും തമ്മിലും സിനിമയും സത്യം തമ്മിലും
ഒരു ബന്ധവുമില്ല. അത് ഓരോരുത്തർ ഇരുന്ന് കൊണ്ട് അവരുടെ ഭാവനക്കനുസരിച്ച് എഴുതി കൂട്ടുന്നതാണ്. തീവ്രമായി ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ രംഗത്ത് വരും. ചില ആളുകൾക്ക് രാഷ്ട്രീയപരമായ താല്പര്യമെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന സിനിമകൾ പിറക്കും. സാമൂഹ്യ നന്മയോ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ അങ്ങനെ വരും. 921 എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട മാപ്പിള കലാപത്തിൻ്റെ തനി പകർപ്പാണ് 921 എന്ന് പറഞ്ഞ സിനിമ. അത് ഇറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ചരിത്രപരമായ രീതിയിൽ ഒരു ബന്ധങ്ങൾ അവർക്കുണ്ട്. അങ്ങനെ വരണം എന്നവർ ആലോചിക്കുന്നു. ആ ചിന്തയിൽ നിന്ന് അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ, ചരിത്ര സിനിമകൾ പുറത്തിറങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലെ പഠനാർഹമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് 921 സിനിമ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു വർഷത്തിലധികം അതിൻ്റെ സിനിമാ ഷൂട്ടിങ്ങുമായിട്ട് സമയം ചെലവഴിച്ചു എന്നുള്ളത്. അതിനൊക്കെ കോടിക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് തന്നെ അത് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ചരിത്രപരമായിരിക്കുന്ന പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ചരിത്ര വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്, അതായത് ചരിത്രത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലായിരുന്നു സംവിധാനം. നമ്മൾ കേരള സ്റ്റോറിയിലേക്ക് എത്തുന്ന സമയത്ത് രീതിക്ക് മാറ്റം വന്നു. കേരള സ്റ്റോറി വെച്ചാൽ കേരളത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് മറ്റു രാജ്യത്തിലേക്ക് കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. എന്നിട്ട് അവരവിടെ ഒരുപക്ഷെ കൊല്ലപ്പെടുന്നു, ഒരുപക്ഷെ രാജ്യത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മൃഗീയമായിരിക്കുന്ന അല്ലെ ഭീകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കൊടിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി 2 പുറത്തിറങ്ങിയത്. ഒന്നിറങ്ങിയ സമയത്ത് തന്നെ വലിയ വിവാദം ഉണ്ടായിരുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുകയും അത് നിർത്താൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. കലയെ കലയായിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കപ്പെട്ടവരുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കേരള സ്റ്റോറി പോലെയുള്ള സിനിമ കലയായിട്ടല്ല, അത് കൊലയായിട്ടാണ് അവസാനം മാറാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ തീവ്രമായി ചിന്തിക്കേണ്ട മനസ്സില്ല, അല്ലെങ്കിൽ മറ്റ് മതസ്പർദ്ധ ഉണ്ടാക്കണം എന്ന് തലമുറകളോട് പറഞ്ഞു കൊടുക്കുന്ന വിഭാഗത്തിലേക്ക് ഇത്തരം സിനിമകൾ വല്ലാത്ത രീതിയിൽ അവരുടെ തലച്ചോറിനെ പിടിച്ചുലക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചരിത്രമല്ല സിനിമ എന്നുള്ളതും അത് കലയാണെന്നുള്ളതും ആ കലയിൽ തന്നെ ഒരു അർത്ഥവത്തായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവണം എന്നും ചിന്തിക്കുന്ന നല്ലതായിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകന്മാർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയപ്പെട്ടത് ഒരു നമ്പൂതിരിയാണ് ഇതിനു വേണ്ടി പരാതി കൊടുത്തത് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിലനിൽക്കുന്ന സൗഹൃദത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ശില്പികളൊക്കെ ഇപ്പോഴും അതിൻ്റെ തലമുറയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ഹൈക്കോടതിയും അത് തന്നെയാണ് പരാമർശിക്കപ്പെട്ട് അതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് അതിൽ പ്രയോഗിക്കപ്പെട്ട വാക്കുകളും അതിൻ്റെ രീതികളും അതിൻ്റെ ശൈലികളും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തനിമക്ക് വിരുദ്ധമായിരിക്കുന്നതാണ്. അത് അംഗീകരിക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഉത്തരവ്. താൽക്കാലികമായിട്ട് 15 ദിവസത്തേക്കാണെങ്കിൽ പോലും ഒരു സ്റ്റേയിൽ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത് ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് റിലീസ് ചെയ്യേണ്ട തിയേറ്ററിൽ എത്തേണ്ട സിനിമ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി താല്പര്യം കാണിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ടാകുന്ന കണ്ടൻസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം തീവ്രമായി ചിന്തിക്കുന്ന, വർഗീയത ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം, വംശീയത ഉണ്ടാവണം എന്ന് ആലോചിക്കുന്നവരുടെ തലച്ചോറിൽ നിന്ന് ഉദിക്കുന്ന കഥകളും തിരക്കഥകളുമാണ് കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ തടയുക എന്നുള്ളത് തീർച്ചയായിട്ടും സാമൂഹ്യ ബാധ്യതയായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.